ഫാൻ വേണമെങ്കിൽ ഓണാക്കിക്കോട്ടോ. അടുത്തത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ ഹെഡിങ്. മറ്റേത് പഠിച്ചായിരുന്നോ ഫോർമുലാസ്? ഫോർമുല അല്ല, ആന്റി ഡെറിവേറ്റീവ് ചോദിക്കട്ടെ, പഠിച്ചാടാ? ഓരോന്നിന്റെ ആന്റി ഡെറിവേറ്റീവ് പഠിച്ചാ? അമർ എക്സ് റേസ് ടു എൻ ആബ്സെന്റാ? ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞില്ലേ ഇത്? എക്സ് റേസ് ടു എൻ മൈനസ് എന്താടാ? എക്സ് റേസ് ടു n plus 1 by n plus cos x sin x cosec square x ആർദ്ര sec x tan x അറിയോ? എടാ cosec x cot x അതെ cosec x integral of cosec x cot x മൈനസ് cosec x. അപ്പൊ അടുത്തത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കിയായിരുന്നു. അപ്പൊ അടുത്തോടെ എടുക്കാവേ. അപ്പൊ എന്താ പറഞ്ഞ, ഡിഫറൻസിയേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. അതാണ് നമ്മൾ പറഞ്ഞല്ലേ. 7.2 കഴിഞ്ഞു. ഇനി അടുത്തത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എം എക്സ് ഡി എക്സ് ഇതിനെന്താ, ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലുള്ള വേരിയബിളിനെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എം എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണേ, സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ എന്ത് എടുക്കണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും അഭിരാ? എം എക്സ് ഇസ് ഈക്വൽ ടു ടി, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. പറ, എം എക്സിന്റെ ഡെറിവേറ്റീവാ? എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്നുമില്ലേ? അത് കൊള്ളാലോ. ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് വരും അമർ? അത് കൊള്ളാം. എക്സ് സ്ക്വയർ പറ്റുമോ? അതെങ്ങനെ ഡെറിവേറ്റീവ് എടുക്കണം? ഏത് വിത്ത് റെസ്പെക്ട് ടി ആ ഡെറിവേറ്റീവ് എടുക്കണം നമ്മള്. ഡി എക്സ് ബൈ ഡി എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ഇവിടത്തെ എന്ത് വരും? വരുവാടാ, നോക്കാം നമുക്ക്. ഇവിടെ എന്ത് വരും? ടിയുടെ 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എം ഈസ് ഈക്വൽ ടു ഡി എക്സ്, ഡി ടിനെ നമ്മൾ അപ്പുറത്തോട്ട് എടുക്കും. ഡൗട്ട് ഉണ്ടോ? ഡി എക്സ് എന്ന് പറയുമ്പോൾ അപ്പൊ വിത്ത് റെസ്പെക്ട് എക്സ് വരുമ്പോ എക്സ് ബൈ, അപ്പൊ ഇവിടെ എങ്ങനെ വരും? അപ്പൊ ഡി ടി ബൈ ഡി എക്സ് വരില്ലേ? ഇങ്ങനെ കുഴപ്പമില്ല, ഡി ടി വെച്ചിട്ട്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിക്കേ സൈൻ എം എക്സ്, എം എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ടി കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി എക്സിന് പകരം എന്ത് കൊടുക്കുക? ഇവിടെ എന്ത് വരാം? എമ്മിനെ അപ്പുറത്തോട്ട് എടുക്കുമ്പോ ഡി ടി ബൈ എന്ത് വരും? എം. അപ്പൊ ഇനി നമുക്ക് എം കോൺസ്റ്റന്റ് പുറത്തെടുക്കാലോ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എം ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി. അപ്പൊ എന്താ വരും? 1 ബൈ എം ഇന്റഗ്രൽ ഓഫ് സൈൻ ടി എന്താ? മൈനസ് കോസ് ടി. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. അപ്പൊ മൈനസ് കോസ് ടി, പിന്നെന്താ? പ്ലസ് സി. ഇനി നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എടുത്തേക്കണം ടി. ആൻസറിൽ ക്വസ്റ്റ്യനിൽ അതേ ഇല്ല, അപ്പൊ റീപ്ലേസ് ചെയ്യണം. മനസ്സിലായോ ആർദ്ര? ആർദ്ര അല്ലല്ലോ, അരുന്ധതിക്ക് മനസ്സിലായോ? കുഴപ്പമില്ല.
ഇവിടെ നമ്മള് വിത്ത് റെസ്പെക്ട് എന്താ എടുത്തത്? ഡി ടി അല്ലേ? ഇത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഡി എക്സ് വെച്ച് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? ഇത് എം ഇൻറ്റു ഡി എക്സ് ബൈ എന്ത് വരും? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 അല്ലേ? ഡി എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡി എക്സ് ബൈ ഡി എക്സ് 1 വരും. അപ്പൊ എം ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ടി ബൈ ഡി എക്സ്. എന്നിട്ട് ഡി എക്സിന് ഇപ്പുറത്തോട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചേക്കണം ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വിത്ത് റെസ്പെക്ട് എന്താ എടുക്കേണ്ടത്? ഡി എക്സ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്തത് ഇന്റഗ്രൽ ഓഫ് 2x സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ കിടക്കുന്ന ശ്രദ്ധിച്ച്, ഇവിടെ കിടക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് വേറൊരു സാധനം ഇവിടെ കിടപ്പുണ്ടാവും. അതായത് ഇവിടെയുള്ള ഒരു സാധനത്തിന്റെ ഡെറിവേറ്റീവ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. ഇപ്പൊ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x വരും. അപ്പൊ 2x ഇവിടെ കിടക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏതിന് കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ? ഈ സാധനത്തിന് കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കാം? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ത് ചെയ്യാം? ടി. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എത്ര കിട്ടും അമർ? ഈ സൈഡ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് 2x is equal to dt by dx. dxന് അപ്പുറത്തോട്ട് എടുക്കാം കേട്ടോ. അപ്പൊ 2x dx is equal to dt. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ 2xന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2x ഇവിടെ ഒരു dx ഉണ്ടല്ലോ. ഈ 2x dxന് പകരം നമുക്ക് ആരെ കൊടുക്കാം? dt കൊടുക്കാം അല്ലെ? പിന്നെ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് 1ന് ടി കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇത് വേണമെങ്കിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2x dx എന്ന് ഒരുമിച്ച് എഴുതാം. എന്നിട്ട് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1ന് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ടി അല്ലെ? പിന്നെ 2x dxന് പകരം നമുക്ക് ആരെ കൊടുക്കാം? dt കൊടുക്കാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ, ടിയുടെ വാല്യൂ. കിട്ടിയാ? അക്കിനെ കിട്ടിയാടാ? ഫൈനൽ ആൻസർ എന്താ കിട്ടിയ? മൈനസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. കഴിഞ്ഞ അടുത്തത് ഇന്റഗ്രൽ ഓഫ് 2x by 1 plus x square dx. അപ്പൊ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? 1 plus x square is equal to t.
ഇനി ഡെറിവേറ്റീവ് എടുക്ക്. 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. അത് ഓരോ ടേം അതിനെന്ത് കൊടുക്കണം? അത് വേറെ, അത് വരട്ടെ, വെറുതെ പിടിക്കല്ലേ നീ. അതെ, അതിൻ്റെ എടുക്കുമ്പോഴേ ഇങ്ങനെ എടുത്തത് 2x dx എന്നല്ലേ എടുത്ത. ഇനി എന്ത് ചെയ്യണം? 2x dx നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുക്കാം. dt ബൈ എന്ത് വരും? 1 + xt. ഇന്റഗ്രൽ dt എന്ന് പറയുന്നത് 1/t നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു t വെച്ചിട്ട്. അപ്പൊ 1/t യുടെ 1/t യുടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണ? 1/t യുടെ അഭിരാമം എന്താ അവിടെ കിടന്ന് കറങ്ങണം? അമറിന് എന്താ കിട്ടിയ ആൻസർ? ഇന്റഗ്രേറ്റ് dt/t എന്ന് പറയുമ്പോഴത്തേക്ക് dt അങ്ങ് മാറ്റിട്ടോ. ഇന്റഗ്രൽ ഓഫ് 1/t. ലോഗ് മോഡിറ്റി. മോഡിറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയാടാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ ഉണ്ടായില്ലേ? ദേവന് ഓൺലൈൻ കയറിയിട്ടുണ്ട്. ദേവൻ എന്താ വരാഞ്ഞത്? മതിയാ? ആൻസർ എത്ര കിട്ടി? കാണിക്കണ്ടല്ലോ ഇത്, കണ്ടല്ലോ. ആൻസർ ലോഗ് മോഡ് ടി പ്ലസ് സി. ആ ടിക്ക് വരും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് log x the whole square by x. അപ്പൊ എന്തോ സാധനത്തിന്റെ ഡെറിവേറ്റീവ് വേറൊരു സാധനം ഉണ്ട്. അത് ഏത് സാധനത്തിന്റെ കണ്ടുപിടിക്കും? എന്തോ സാധനം എനിക്കറിയില്ല. എന്തിനെ കൊടുക്കും? ടി എന്താ എടുക്കണം? ആലോചിച്ച് നോക്ക്. ടി എടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടാവണം. നിങ്ങൾ ഏത് ടി എടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടാവണം. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ഡെറിവേറ്റീവ്. അപ്പൊ ഏതെടുക്കും? ഏതാ എടുക്കണ്ട? 1/xന്റെ ഡെറിവേറ്റീവ് എന്താ? അല്ല, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ ആരെ എടുക്കണം? ലോഗ് എക്സ്. അവന് ദേഷ്യം വരുന്നത് നിങ്ങളൊക്കെ ചെയ്യാഞ്ഞിട്ട്. പല്ലൊക്കെ കടിക്കണം അവനോട് ഇരുന്ന്. കിട്ടിയാടാ? എടാ അവര് പഠിച്ചിട്ടില്ല, അവന്മാരൊന്നും പഠിച്ചിട്ടില്ല. കുറച്ചും കൂടി ആവുമ്പോ ഫാസ്റ്റ് ആവും. കിട്ടിയാ? അപ്പൊ log x is equal to എന്ത് കൊടുത്ത്? t 1/x into dt by dx. അപ്പൊ 1/x dx is equal to dt. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ 1/x ഇവിടെ ഒരു dx ഉണ്ട്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് എന്ത് വരും? ടി സ്ക്വയർ വരും അല്ലെ? ടി സ്ക്വയർ dx by dt ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/x dx ന് പകരം dt കൊടുക്കാം. ചെയ്താടാ അമർ? ഇതിന്റെ ഒന്ന് ആൻസർ പറഞ്ഞാ പറ. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ t³/3 ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് അവസാനം വരെ കാണണോട്ടോ അഭിരാമി ഈ കാണിക്കണത്. ഈ ചാപ്റ്ററിന്റെ അവസാനം വരെ എനിക്ക് കാണണം. ചെയ്താടാ? അവൻ ചെയ്താ? അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്തത് ഇന്റഗ്രൽ ഓഫ് ടാൻ ഇവിടെ റൂട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക കേട്ടോ. 2 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഇവിടെ. ആദ്യം നിങ്ങൾ റൂട്ട് എക്സിന് കൊടുക്കുക കേട്ടോ. റൂട്ട് എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. എന്തോ എന്തോ ഇതാണ് സ്റ്റെപ്പാ. എക്സ് റേസ് ടു 1/2 എടുത്തിട്ട് ഇത് നമ്മൾ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി എക്സ് ഇസ് ഈക്വൽ ടു 2t dt എന്ന് കിട്ടും അല്ലെ? ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിന് നമുക്ക് റൂട്ട് എക്സിന് വരെ നമുക്ക് ടി കൊടുക്കാമല്ലോ. അപ്പൊ 1/2t dx ഇസ് ഈക്വൽ ടു dt. അപ്പൊ ഇതിന്റെ dx ഇസ് ഈക്വൽ ടു 2t dt എന്ന് കിട്ടി. അപ്പൊ ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സാധനം എഴുതിയാൽ മതി. ഇനി വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി അത് വരുന്നുണ്ട്. ടാൻ ടി ഈക്വൽ ടു യു കൊടുക്കാം കേട്ടോ. ടാൻ റേസ് ടു 4 അല്ലേ കിടക്കണത്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാം. അപ്പൊ ടാൻ റേസ് ടു 4 എന്ന് പറയുന്നത് ടാൻ ടി ഈക്വൽ ടു യു എന്ന് കൊടുക്കാം കേട്ടോ. 2 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ കൊടുത്ത് ടാൻ ടി ഈക്വൽ ടു യു. ടാൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? അക്വിൻ ഡെറിവേറ്റീവ് sec square t is equal to du. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ഇതിനെ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ആദ്യം നമ്മൾ ഈ ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താം? 2t dt ചെയ്താം. അപ്പൊ ഞാൻ 2 പുറത്തെടുത്ത് ടി എടുത്ത് dt ഞാൻ ലാസ്റ്റ് എഴുതി. ഇനി അടുത്തത് ടാൻ റേസ് ടു 4 വരെ നമുക്ക് എന്ത് ചെയ്താം? യു ടാനിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ? യു. അപ്പൊ യു റേസ് ടു 4. പിന്നെന്താ? du du ഒന്നും കൊടുക്കണേ. മനസ്സിലായത്? ഇവിടെ നമ്മൾ എന്തൊക്കെയും മിസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? റൂട്ട് എക്സിന് ടി കൊടുത്ത്, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പൊ ഇനി ഈ റൂട്ട് എക്സിന് നമ്മൾ ഈ ടി തന്നെ വെച്ചിട്ട് എഴുതിയതാണ് 1/2t dx is equal to dt. dx is equal to 2t dt എന്ന് എഴുതി. അപ്പൊ ഈ dxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഏതാ? ടി അടിയിൽ ടി വരുന്നുണ്ട്. അടിയിലത്തെ ടി ഉണ്ട്. അതും കൂടെ എഴുതി കഴിയുമ്പോ കട്ടായി പോകും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ നോക്കിക്കേ, റൂട്ട് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്ത്? ടി കൊടുക്കാം. അതുപോലെ ടാൻ റേസ് ടു 4 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണേ. അപ്പൊ ടാൻ റേസ് ടു ആദ്യം ടാൻ ടി ഇസ് ഈക്വൽ ടു ടാൻ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ റൂട്ട് എക്സിന് ടി കൊടുത്തല്ലോ. അപ്പൊ ടാൻ ടി ഈക്വൽ ടു യു എന്ന് എടുത്ത്, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത്. ടാൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? sec square t. പിന്നെ പിന്നെ എന്ത് വരും? dt ബൈ ഡി എക്സ് എന്ന് വരും. പിന്നെ ഇപ്പുറത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് dt ബൈ ഡി യു വരും. വിത്ത് റെസ്പെക്ട് യു അല്ലേ എടുക്കണത്.
dt/du വിച്ച് ഇസ് ഈക്വൽ ടു 1 വരും. എന്നിട്ട് ഡു ന് അപ്പുറത്ത് ഇതൊന്നുകൂടി കാണിക്കണോ എഴുതി? വേണ്ടല്ലോ. അതായത് ടാൻ ടി ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ടി ഡി ടി ബൈ എന്ത് വരും? ഡി യു ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി യു എന്താ? 1. അപ്പൊ എന്ത് വരും? സീക് സ്ക്വയർ ടി ഡി ടി ഇസ് ഈക്വൽ ടു ഈ ഡി യു 1 എടുത്തിട്ട് അപ്പുറത്തോട്ട് എഴുതുക. അപ്പൊ ഡി യു എന്ന് വരും. ഇതിന്റെ വാല്യൂ 1 ആയിട്ട് ഇതിന് നേരെ അപ്പുറത്ത് എടുക്കുമ്പോൾ സീക് സ്ക്വയർ ടി ഡി ടി ഇസ് ഈക്വൽ ടു ഡി യു എന്ന് വന്നു. അപ്പൊ ഇത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ടാൻ റേസ്റ്റ് 4 റൂട്ട് എക്സ് നമുക്ക് എന്ത് ചെയ്താം? യു റേസ്റ്റ് 4 എന്തെന്ന് എഴുതാം? യു റേസ്റ്റ് 4 എന്ന് എഴുതാം. ആ പിന്നെ ഈ സീക് സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താം? സീക് സ്ക്വയറിന് പകരം എന്ത് ചെയ്തണ്ടാമർ? സീക് സ്ക്വയറിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് വെച്ചാ? സീക് സ്ക്വയർ ടീന് പകരം നമ്മൾ എന്ത് ചെയ്താ? ഡി യു എഴുതാം. അതാണ് ഇവിടെ ഡി യു എഴുതിയേക്കണം. ഇതിന് പകരമാണ് ഈ ഡി യു എഴുതിയേക്കണം. പിന്നെ ഈ ടി എഴുതിയിട്ടുണ്ട്. ഇനി ഈ ടീയും കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഡി ടി വരുന്നില്ല കേട്ടോ. ഡി ടിക്ക് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫൈനല് നമ്മൾ 2u റേസ്റ്റ് 4 ഡി യു എന്ന് വരും. യു ടാൻ ടി ഇസ് ഈക്വൽ ടു യു എന്നല്ലേ കൊടുത്താ? ഏതാ? സീക്കിന് പകരം എന്താ? നോക്കിക്കേ, ടി യു. ടി മനസ്സിലായില്ലേ? അടിയിലൊരു ടി ഉണ്ടായിരുന്നു, അതുമായിട്ട് കട്ട് ചെയ്തോ. മനസ്സിലായാടാ? മനസ്സിലായ? അക്കിനെന്താ? എവിടാ? ആരതൊക്കെ മനസ്സിലായോ? അഭിരാമ എന്താ കുത്തിപ്പൊളിക്കണത്? ഞാൻ ലാസ്റ്റ് ചെയ്യിക്കൂട്ടി ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ഇന്റഗ്രൽ എന്താടാ? പറ. പിന്നെ ഇവിടെ വെച്ച് നിർത്തിയാ നീ? ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? യു റേസ്റ്റ് 4 ഡി യു. എക്സ് റേസ്റ്റ് 4 ഡി എക്സ് ആണെങ്കിൽ നീ എങ്ങനെ ചെയ്യും? എക്സ് റേസ്റ്റ് 4 ഇന്റഗ്രേഷൻ ഓഫ് എക്സ് റേസ്റ്റ് 4 ഡി എക്സ് ആണെങ്കിൽ നീ എങ്ങനെ ചെയ്യും? വിച്ച് ഇസ് ഈക്വൽ ടു 2 into u raised to 5 by 5 plus c. ഇനി യുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. യു എന്തായിരുന്നു? 2 by 5 tan raised to 5 root x plus c. ഇതാണ് ഫൈനൽ ആൻസർ. കിട്ടിയാ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കോളൂ ഇപ്പൊ 1 മാർക്കിന്. ഇത് 1 മാർക്കിന് ചോദിക്കോളാടാ. അതെ പറഞ്ഞ 1 മാർക്കിന് ചോദിക്കോളൂ. ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 plus x square. അക്കിന് ഇതിൽ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ഏതാ? എന്തിന്റെയോ ഡെറിവേറ്റീവ്, ഒരു സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിൽ കിടക്കുന്ന ഒരാളെ കിട്ടണം. അപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് ഇവിടെയുള്ള ഒരാളെ കിട്ടുള്ളൂ? ടാൻ ഇൻവേഴ്സ് എക്സിന് എന്ത് കൊടുക്കാം? ടി കൊടുക്കാം കേട്ടാ.
ആൻസർ എന്താ കിട്ടിയ? എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായാലും ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? ആ 1/1 + x² എന്ത് വരും? dx. dx/dx ആണ് which is equal to അത് എഴുതണോ? അല്ല നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു dx അല്ലേ എടുത്തത്? നിങ്ങൾ dx ഇതിനാ dt. ഇനി നോക്കിക്കേ, നമുക്ക് എവിടെ കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ? ഇതിന് ശരിക്കും ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനും കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്ത്? dt ന്ന്. പിന്നെ ഇതിന് നിങ്ങൾ ഓൾറെഡി കൊടുത്തു. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഓഫ് സൈൻ അല്ലല്ല ഇതിനല്ലേ ഇന്റഗ്രേഷൻ കൊടുക്കാം. സൈൻ ഓഫ് t ബൈ ഈ dx/1 + x² പകരം നമുക്ക് dt കൊടുക്കാം. അപ്പൊ സൈൻ t dt. അപ്പൊ ഫൈനൽ ആൻസർ മൈനസ് കോസ് ടി പ്ലസ് സി ആണ്. ടിക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ വാല്യൂ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ മൈനസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. നിങ്ങൾ ഈ ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സിന്റെ കാണാണ്ട് പഠിക്കാനാണ് ചെയ്തത്? അപ്പൊ അത് കാണിക്കണോ? അല്ലെങ്കിൽ ഫോർമുല മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക്? അല്ല നിങ്ങൾ ഇതൊന്ന് കണ്ടുപിടിച്ച് ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ടാൻ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇതിൽ ഏതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ആൻസർ കിട്ടണം നോക്കാം. പിന്നെ ഒരെണ്ണത്തിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മറ്റേത് കിട്ടണം. അപ്പൊ ഏതിന്റെ ഡെറിവേറ്റീവ് കൊടുക്കും? സീക്ക് സ്ക്വയർ ഇല്ലടാ, സീക്ക് എക്സ്. സ്ക്വയർ എങ്ങനെ വന്നു? ഇവിടെ നമ്മൾ സൈൻ എക്സിനാണ് കോസ് എക്സ് കൊടുത്താലല്ലേ സൈൻ എക്സ് കിട്ടുള്ളൂ ഡെറിവേറ്റീവ്. കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി കൊടുക്കാട്ടോ. കോസ് എക്സ് രണ്ട് കൊടുത്താലും കിട്ടും. കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. അപ്പൊ എന്ത് വരും? ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു അപ്പൊ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി. മൈനസ് ലോഗ് മനസ്സിലായില്ലേ? എടാ ഇങ്ങനെ കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ എവിടെ കൊടുക്കണം? അപ്പൊ ആൻസറിലോട്ട് വരുമ്പോ ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി ബൈ കോസ് എക്സിന് വരെ എന്ത് കൊടുക്കാം? ടി കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 1/t dt എന്ന് പറയുന്നത് മൈനസ് ലോഗ് ടി എന്ന് വെച്ചാൽ എന്താ? മൈനസ് ലോഗ് കോസ് ടി അല്ലേ? കോസ് എക്സ് പ്ലസ് സി. ഇനി എന്താ ചെയ്ത ഫൈനൽ ആൻസർ? കോസ് റേസ് ടു is equal to
-1 അല്ലേടാ ഓളു? ആ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ്. അത് ലോഗിന്റെ കുറച്ച് സിമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? ലോഗ് എന്തായിരുന്നു? ലോഗ് എക്സ് റേസ് ടു എം ഇസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ്. അല്ലല്ല, അവിടെ നിർത്തരുത്. എടാ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? എക്സ് റേസ് ടു ലോഗ് അല്ല, എം ലോഗ് എക്സ് എന്ന് പറയണ എന്താ? എടാ നോക്കിക്കേ, എം ലോഗ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് റേസ് ടു എം എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എമ്മിന് പകരം -1 അല്ലേ? അപ്പൊ നമുക്ക് ലോഗ് എക്സ് റേസ് ടു -1 എന്ന് എഴുതാം. മനസ്സിലായോ? ആ രീതിയിൽ എഴുതിയേക്കണം. സൈൻ എക്സ് സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ എന്ത് കിട്ടും? മോഡുണ്ട്, ഇവിടെ മോഡുണ്ട്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു പിന്നെ എന്ത് വരും? കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് ടി ബൈ എന്താണ്? മനസ്സിലായില്ല. ഡി എക്സ് ബൈ കോസ്. വൺ ബൈ ഇത് വരുമല്ലേടാ? നമുക്ക് 1/, ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/, സാധനമല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് അവര് കോസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. വേറെ പ്രോബ്ലംസിൽ ചെയ്യാം, നമുക്ക് ചെയ്ത് വരുമ്പോ കിട്ടില്ല. കിട്ടിയാടാ? കഥ പറയാനാണ് അവിടെ ഇരുന്നത്. ഇതുപോലെ ലോഗ് ഓഫ് കോട്ടെക്സ് ഒന്ന് ചെയ്തേ, അതന്നെ ചെയ്യാം. നിങ്ങൾ മാക്സിമം അപ്പൊ ഡിനോമിനേറ്ററിന് ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ്. എന്താടാ അവരെന്താ കളർ പെൻസിൽ വെച്ച് എഴുതണം? അക്കിയ കഥ പറഞ്ഞു കഴിഞ്ഞാ അവിടെ. എടാ അവന്റെ മുഖം കാണാൻ പറ്റില്ല, അവിടെ അവിടെ ഭയങ്കര സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. നീ ഫ്രണ്ടിലിരിക്കുന്നേ, ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നേടാ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതോളൂ, അതിനുള്ള കപ്പാസിറ്റി ഞാനുണ്ട്. എന്താ ചെയ്താ ഇത്? എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താ? അമ്മ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താ? ആ അതെന്താന്ന് ചോദിച്ചാ കിട്ടിയ എന്താന്ന് പറയണേ. അത് കേൾക്കാൻ കുറച്ച് പേര് കാത്തിരിക്കണേ. എന്താ ഇംഗ്ലീഷില്ല. സ്കൂളിലത്തെ നോട്ട് ഞാൻ നോക്കി, എടുത്ത നോട്ട് മാത്രം നോക്കി. കിട്ടിയാ അമ്മ? അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ്.
സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന്റെ വാല്യൂ എന്താടാ? 1 ആണോ? sec x plus tan x minus tan x sec square x minus tan square x ആണ് 1. sec square x minus tan square x അല്ല sec x plus tan square. അപ്പൊ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് അല്ലേ പറഞ്ഞ? എടാ ഇവിടെ ഒരു കാര്യം ചെയ്യണോട്ടെ. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ്. ആ ഒരു സാധനം, അതായത് ഇതിന്റെ കൂടെ നമ്മൾ മുകളിലും താഴ്ത്തും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മുകളിലും താഴ്ത്തും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടാ. അപ്പൊ ഇതിന്റെ മുകളിലും താഴ്ത്തും നമ്മള് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഈ മൾട്ടിപ്ലൈ ചെയ്ത സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. log of sec x plus tan x ആണ്. ഏതാ? അതാ ആ നാളെ ഞങ്ങളൊരു ഫോർമുല പഠിപ്പിച്ചു. log of integral of f dash by f dash of x by f of x dx is equal to log of f of x. കിട്ടിയാ? കിട്ടിയില്ലേ? എന്തിനാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത? സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഈക്വൽ ടു ടി കൊടുത്തു. ഇനി ഇത് ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താവണ്ട? എടാ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇൻറ്റു ഡി എക്സ് ഡി ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ സീക്ക് എക്സ് പുറത്തെടുക്കണം. അപ്പൊ എന്ത് വരും? സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ഇനി നമ്മൾ ഡയറക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിൻ്റെ അകത്ത്. ഇതിന് മുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാമല്ലോ. മുകളിലത്തെ ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്താ? ഡി ടി എന്ന് എഴുതാം കേട്ടാ. ബ്രാക്കറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ നിന്ന് ഇവിടെ നിന്ന് സീക്ക് എക്സ് പുറത്തെടുക്കുക. പുറത്തെടുത്ത് കഴിയുമ്പോൾ മുകളിലത്തെ സാധനം കിട്ടും നമുക്ക്. ഇതിന് പകരം എന്ത് കൊടുക്കാം? ഡി ടി കൊടുക്കാം. അപ്പൊ ആൻസറില് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ എന്ത് വരും? ടി എന്ന് വരും കേട്ടോ. അപ്പൊ എന്ത് വരും? 1 ടി ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യാം. മനസ്സിലായില്ല ആർത്ര? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ടി ഡി ടി എന്താ? ലോഗ് മോഡ് ടി പ്ലസ് സി. ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടു മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ലേ നിങ്ങൾക്ക്? എന്തായാലും ശരി. എടാ അത് അടച്ചിടണം. അതിന് അടുത്ത പണി ഒപ്പിക്കാൻ നിൽക്കണേ. കഴിഞ്ഞാടാ? എന്താ അവളെ ഇത്? ഇതാ എന്താ മനസ്സിലാകാത്ത? പറ. ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്യണോട്ടോ, അല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ച് സ്റ്റെക്കായി പോകും. ആ മുകളിലത്തെ സാധനമാണ് നമുക്ക് ഡി ടി എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പൊ അതിന് പകരം ഡി ടി ഇട്ട് കൊടുക്കും.
അപ്പൊ എന്താ വന്നത്? ഡി ടി ബൈ dx നമ്മൾ എന്താ ചെയ്തത്? dx കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് dx ആണ് നീ എഴുതിയ അത് ഇവിടെ dx is equal to dt by sec x into t അത് സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും എടാ സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സിക്ക് പകരം ഡി ടി എഴുതിയാ പോരെ? ഈ ഒറ്റ ടേമിന് ഡി ടി എഴുതി. മുകളിലത്തെ ഒറ്റ ടേമിന് നമ്മൾ ഡി ടി എഴുതി, അടിയിലത്തെ ടേമിന് ടി എഴുതി. ആ അടുത്തത് ഇന്റഗ്രൽ ഓഫ് കോസീക് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് എന്നിട്ട് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്ര സമയം. കോസീക് എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കോസീക് എക്സ് പ്ലസ് കോട്ട് എക്സ് മുകളിലും താഴ്ത്തും മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. കോസീക് എക്സ് പ്ലസ് കോട്ട് എക്സ് മുകളിലും താഴ്ത്തും. ഇനി അപ്പൊ മൾട്ടിപ്ലൈ സ്ഥാനത്ത് എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അരുന്ധതി പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സ്റ്റെപ്പ്. കോസീക് എക്സ് കോട്ട് എക്സ്. ആ അടുത്തത് ഡി ടി ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ്. കൊസീക്കിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നടാ? കൊസീക്കിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ്. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് അല്ലേടാ? മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ എഴുതണം. മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഇനി ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? അതായത് ഇവിടെയും കൊസീക് ഉണ്ട്, ഇവിടെയും കൊസീക് ഉണ്ട്. അപ്പൊ മൈനസ് കൊസീക് എക്സ് പുറത്തെടുക്കാം. അപ്പൊ മൈനസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കൊസീക് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇനി അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ ഒരൊറ്റ ടേം അല്ലേ ഈ മുകളിൽ എഴുതിയേക്കണം, കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? ഇനി മൈനസ് ഞാൻ അപ്പുറത്തോട്ട് എടുത്തു. മൈനസ് അവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ മൈനസ് ഞാൻ അപ്പുറത്തോട്ട് കൊടുത്തിട്ടാ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? മുകളിലത്തെ സ്ഥാനത്തിന് പകരം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി അല്ലെ? ബൈ അടിയിലത്തെ സാധനം എന്താ നമ്മുടെ ടി ചെയ്യാലോ. ലോഗ് അതനുസരിച്ച് വിച്ച് ഇസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് അമർ പറഞ്ഞേ മൈനസ് ടി ടി ബൈ ടി. ലോഗ് ടി എന്താ? മൈനസ് ലോഗ് ടി എന്താടാ? കൊസീക് എക്സ് കോട്ട് എക്സ്. മൈനസ് അകത്തോട്ട് എടുത്താൽ മതി. അല്ലല്ല നിക്ക് അവര് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അകത്തുകൊണ്ട്. അതിൽ പിന്നെയും കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ചെയ്യണ്ട. അതിലും കുറെ ഇതുണ്ട്, അത് പറയണോ? ഇവർ ഇത്രയും ചെയ്ത് നിർത്താവുന്നില്ലെങ്കിൽ എന്നിട്ട് പിന്നെ അവര് മുകളിൽ ചെയ്തേക്കണത് ഈ കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ്, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അവര്. അതെന്താന്നാ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസീക് എക്സ് മൈനസ് കോട്ട് എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. മനസ്സിലായ? ഇത്രയും ചെയ്ത് അതിന്റെ മുകളിലും താഴ്ത്തും അവര്
cosec x minus കോസീക് എക്സ് മൈനസ് കോട്ട് എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് a plus b into a minus b. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമായി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി അടിയിൽ So അങ്ങനെ ചെയ്ത് log cosec x minus cot x. ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് അത് കാണിക്കണോ കാണിക്കണോടാ അത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് എന്നെ കാണിക്കട്ടാ ആ ശരിക്കും ഇതൊക്കെ കാണാണ്ട് പഠിക്കേണ്ട സാധന എന്ത് പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം 1 മാർക്ക് മറ്റേ MCQ ആയിരിക്കും ചോദിക്കുന്നത് ഇക്വേഷൻ എന്തായാലും ചോദിക്കില്ല നിങ്ങളുടെ അടുത്ത് കേട്ടാ ഇനി അടുത്തത് കഴിഞ്ഞാ 1 മണിക്കൂർ പെട്ടെന്ന് പോയല്ലേ എടാ ഞാൻ മറ്റേ ഈ പ്രോബ്ലം പറഞ്ഞ 1/x + x log x പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് 1/x + x log x Cosec x minus cot x substitute. പക്ഷേ multiply 1/x + x log x ഇന്റഗ്രൽ ഓഫ് integral of 1/x + x log x ഇന്റഗ്രൽ ഓഫ് 1/x + x log x x log x മൊത്തത്തിൽ x ആണ് അങ്ങനെയാണെങ്കിൽ x കോമൺ എടുക്കും x കോമൺ പുറത്തെടുക്കുക എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക കേട്ടോ 1 plus log x. x കോമൺ പുറത്തെടുത്തിട്ട് 1 + log x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അമർ കിട്ടിയാ log 1 plus log x plus c. log bracket distributed. log bracket ആണ്. അയ്യോ വേണ്ട കിട്ടിയാ അക്കിനെന്താ കിട്ടിയാ Yes. 1 ചെയ്താ അഭിരാമൻ എന്തായി അവനെന്താടി തെറ്റിയത് എന്താ ചെയ്ത അറിയില്ല ചെയ്തു കഴിഞ്ഞാടാ അടുത്ത ക്വസ്റ്റ്യൻ sin x sin of cos x integral of sin x into sin of cos x Yes. ഈ ബ്രാക്കറ്റൊക്കെ ഇങ്ങനെ എഴുതുമ്പോ ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനത്തിന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കേട്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ദേവനോടിരുന്ന് ഉറങ്ങലെന്നോ വിളിക്കുമ്പോഴേ ദേവൻ ആ കണ്ട ഞാൻ പറഞ്ഞത് So cos of cos x plus c ആണ്.
മൈനസിന് അപ്പുറത്തോട്ട് എടുക്കും. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് മൈനസ് ഇട്ടാണ്. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ അവിടെ വല്ല മൈനസ് വന്നായിരുന്നാ? സൈൻ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി അല്ലേ? അപ്പൊ മൈനസും മൈനസും പ്ലസ് ആയിപ്പോ കേട്ടാ. അക്കിന് എന്താ കിട്ടിയ ആൻസർ? എന്താ കിട്ടിയ? കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് ടി അല്ല ടി അല്ല സി. എന്താ കിട്ടിയ അമറിന്? ഓക്കെ, നിനക്ക് കിട്ടിയാടാ? കിട്ടിയില്ലേ? ആ ശരി. കോസ് എക്സിന് കിട്ടിയ അമറ്? അടുത്തത് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. ഇന്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. അല്ല, സൈനിന്റെ കിട്ടുമ്പോ നമുക്ക് കോസ് കിട്ടല്ലോ. സൈൻ എ എക്സ് പ്ലസ് ബി കോസ് രണ്ടിന് ഏതിന് വേണമെങ്കിലും ഇടാം. ഇതിൽ ഏതിന് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. സൈനിനും കൊടുക്കാം കോസിനും കൊടുക്കാം. ആ കൊടുത്തു. സൈൻ എ എക്സ് പ്ലസ് ബിക്ക് കൊടുക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. മറ്റേന് കൊടുത്താലും കിട്ടൂട്ടോ ആൻസർ. കഴിഞ്ഞാടാ കിട്ടിയാ നിനക്ക്? എടാ ബാഗ് ഒന്ന് മാറ്റി വെച്ചടാ. ഇല്ല, ഇത് ചെയ്തേക്ക്. കോസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു. കോസിന്റെ എന്ത് വരും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ? എ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ബി. ഇനി എന്താ നമുക്ക് ഇതിൽ ഇക്വേഷൻ ഇവിടെ ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി എക്സിനെ കൊണ്ടിട്ട് നമ്മൾ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? നമുക്ക് സൈൻ എ എക്സ് പ്ലസ് ബി ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആ കോസ് അല്ലേ വന്നത്? കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സിന് പകരം ഈ എ അപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ ഡി ടി ബൈ എ എന്ന് വരും. കോൺസ്റ്റന്റ് പുറത്തോട്ട് എടുക്കുമല്ലോ. ഏത് അല്ലടാ, ഇത് ബൈ ഈ എ ഇപ്പുറത്തോട്ട് ഇവിടെ തന്നെ എടുക്കാം. ഈ എ ഇവിടെ വന്നില്ലേ? അപ്പൊ നമുക്ക് ഈ സാധനമല്ലേ നമ്മുടെ ഇക്വേഷൻ കിടക്കണം, ഇതിൽ കിടക്കണത്. അപ്പൊ ഈ എനെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഡി ടി ബൈ എ എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഡി ടി ബൈ എ ആ വേണ്ടത്. എന്നിട്ട് 1 ബൈ എ പുറത്തെടുക്കും. എവിടെ നിനക്ക് കിട്ടിയാ കാണിച്ചേ? ഇൻറ്റു എ ഉണ്ടല്ലോ, അതെവിടെ കൊണ്ട് കളഞ്ഞു? ആ എ ഫസ്റ്റ് ഇടും. ഇവിടെ 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 ഇട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. ഈ സാധനം നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് കിട്ടി. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം?
ഡി ടി കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു എ ഉണ്ട്, എനെ മാറ്റണ്ടേ? അപ്പൊ ഡി ടി ബൈ എ ആവും. അപ്പൊ ഇവിടെ എന്താ ഡി ടി ബൈ എ വരും. ഇനി ആ 1/a പുറത്തോട്ട് എടുക്കും. സ്ക്വയർ ബൈ അതെന്താ ആ കാണിച്ചത്? അതെന്താണ് ആ കാണിച്ചത്? അല്ല ഞാൻ തല്ലി പൊളിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? കിട്ടിയാടാ? അക്കിന് കിട്ടിയത് നിനക്കും കിട്ടും, അവന് കിട്ടിയത് നിനക്ക് കിട്ടും. കിട്ടിയാ? എവിടെ ആൻസർ റേറ്റ് 2 വന്നില്ലേ? 2 എവിടെയെങ്കിലും വന്നാ? ഡി ടി ബൈ എ അല്ലേ വന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഈ സൈനിന് വരെ നമുക്ക് ടീന്ന് എടുക്കാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു എന്ത് വരും? ടി റേസ് ടു എക്സ് റേസ് ടു എന്താ? ടി റേസ് ടു n+1/n+1. അപ്പൊ ടി റേസ് ടി ഇങ്ങനെയല്ലേ വരുന്നത്? 1/a പുറത്തിട്ട് കഴിഞ്ഞാടാ. അഭിരാമിന് കിട്ടിയാ? കിട്ടിയടിന്നാണ് അതിൽ പറയുന്നത്. അടുത്തത് എന്താടാ? എന്താ മാതാവേ? അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ട്ടാ. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ എക്സിന് നമുക്ക് ഈ സൈൻ ക്യൂബ് എക്സിന് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം, ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി ഈ ഒരു സൈൻ സ്ക്വയർ എക്സിന് 1 - കോസ് സ്ക്വയർ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അഖില മുഖം അങ്ങനെ ഇരിക്കണം. ക്ലാസ്സില് 7.2 എടാ ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. അതിൽ നിന്ന് ഞാൻ എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ 7.2 എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ എക്സാമ്പിളിന് എടുത്തു. ഇനി നോക്കിക്കേ, സൈൻ സ്ക്വയർ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 1 - കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാലോ. ഇനി കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം കേട്ടോ. കോസ് എക്സ് = 2 കൊടുക്കുക, അത്രേ ഉള്ളൂ. കോസ് എക്സിന് കോസ് എക്സ് എന്താടാ? അക്കിന്റെ അപ്പുറത്തിരിക്കണം പറഞ്ഞു. കോസ് എക്സിന് ടി കൊടുത്ത എന്ത് വരും? ഡെറിവേറ്റീവ് എടുക്കുമ്പോ -sin x = sin x dx = dt. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ sin xന് ഇനി മൈനസ് മാറ്റണ്ടേ? അപ്പൊ sin x dx = -dt. ഇനി നമുക്ക് ഈ sin x dxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുക്കാം. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കണം കേട്ടാ. മിണ്ടരുത് നീ, അവിടെ ഇരുന്നോ. ആൻസർ ഞാൻ നോക്കിട്ട് പറയാം. അവനെന്താ പറഞ്ഞ? ഇനി നോക്കിക്കേ, 1 - കോസ് സ്ക്വയർ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? കോസ് സ്ക്വയർ എക്സിനല്ലേ നമ്മളെ ടി കൊടുത്തോ? അപ്പൊ 1 - ടി കൊടുക്കാം, 1 - ടി സ്ക്വയർ. പിന്നെ സൈൻ എക്സ് ഡി എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? dt -dt. അത് -dt ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഈ ടിക്ക് വരെ ടി സ്ക്വയർ അല്ലേ? ഇനി ടി സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. മൈനസ് ഒക്കെ എടുത്ത് പുറത്തിട്. വേണ്ടത് കിട്ടിയാ? മൈനസ് ഉണ്ടാടാ? ശരിയാ. ഇത് 4 ആണോ? അല്ലടാ, ടി റേസ് ടു ടി സ്ക്വയർ അല്ലേടാ അത്?
ടി സ്ക്വയർ ആടാ 1 മൈനസ് ടി സ്ക്വയർ ആടാ കോസ് സ്ക്വയർ എക്സ് അല്ലേ Oh shit. കിട്ടിയ അമർ അക്കിന് ഇപ്പൊ കിട്ടുമായിരിക്കും അല്ലേ അവന്റെ തക്കിനാണ് നീ എഴുതണ എന്താ അല്ല അക്വിൻ നിന്റെ പേരെന്തായിരുന്നു അലൻ ആൽവിൻ കിട്ടിയ ആൽവിന് എന്താ കിട്ടിയ മൈനസ് കോസ് കോസ് ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് പ്ലസ് കിട്ടിയാ അടുത്ത 2 ദിവസം ഇതിനൊക്കെ ഭ്രാന്ത് പിടിക്കും അപ്പൊ പുറത്തു കിടന്ന മൈനസ് ഒക്കെ എടുത്തിട്ടാ അകത്തോട്ട് എന്താ പറഞ്ഞ നീ തന്നെ നീ എന്താ ഇപ്പൊ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി റൂട്ട് ഓഫ് എടാ ചേടാ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണ്ട ഡയറക്റ്റ് ചെയ്യാം കൊടുക്കണോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഏത് ഫോമിലാ അടക്കണത് ഇതിന് നമുക്ക് എ എക്സ് പ്ലസ് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം അല്ലെ ഇന്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 1/2 ഇപ്പൊ ഇതിപ്പോ എക്സ് റേസ് ടു എന്നിന്റെ ഫോമിലായില്ലേ ഡയറക്റ്റ് എടുക്കാവുന്നേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മാറ്റിയിട്ട് ഡെറിവേറ്റീവ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം എക്സ് പ്ലസ് ബിയില് എടാ 2x ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് വരും ബൈ 2 ഡിവൈഡ് ആവും പറഞ്ഞോ 2 എവിടെ 3/2 3/2 പിന്നെ നമ്മൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് ഇന്റഗ്രേറ്റ് ചെയ്യണം ഓരോ ടൈമും ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ മനസ്സിലായ അത് ഈ 1/2 ഇന്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു സാധനം എവിടെ സൈൻ ഒന്നുമില്ല നമ്മൾ സാധാരണ ഈച്ച് ആൻഡ് എവറി ടൈം ഇന്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ എക്സ് റേസ് ടു 1/n എക്സ് റേസ് ടു എന്നിന്റെ ഫോമിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു ആ പവറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പോഴാണ് ഈ സാധനം കിട്ടിയത് ഇനി ഈ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ ഇവിടെ എക്സ് ആരാ ഇത് അപ്പൊ എ എക്സ് പ്ലസ് ബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണ ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നോക്കണ്ട എ എക്സിന്റെ ഇന്റഗ്രൽ എന്താ 2xന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 2 ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ ബൈ ആയിരിക്കും വന്നത് ഇന്റഗ്രേഷൻ ആകുമ്പോഴത്തേക്കും മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ആകും അപ്പൊ ഈ ബൈ എന്ത് വരും ഒരു 2 ഇവിടെ വരും അടിയിൽ ഈ 3/2 കൂടാണ്ട് 2 അല്ല ഈ എക്സിന്റെ എ അടിയിൽ വരും മനസ്സിലായോ കിട്ടിയാടാ എടാ കിട്ടിയാ ആൻസർ വായിച്ചേ എന്തോ കിട്ടിയെന്നാ ആൻസർ വായിച്ചേ വായിക്ക് അമർ വായിക്ക് നീയല്ലേ പറഞ്ഞ എന്തോ കിട്ടി ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ എക്സ് പ്ലസ് ബി പ്ലസ് 1/1/2 പ്ലസ് 1 അല്ലെ അപ്പോ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 3/2 ബൈ 3/2 ഇനി നമ്മള് അപ്പൊ പവറിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ ടേമിനാ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണ എ എക്സിന്റെ ഇന്റഗ്രൽ എന്താ എ എക്സിന് നമ്മൾ മറ്റേതാ ഡെറിവേറ്റീവ് എന്തായാലും നമ്മൾ 2x + 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡെറിവേറ്റീവ് എടുക്കുമ്പോ
ഇപ്പൊ സൈൻ 2x+3 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ള? സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് 2x+3 ഇൻറ്റു എന്ത് ചെയ്യും? 2 വരും അല്ലെ? അപ്പൊ ഇവിടെ ഇൻറ്റു അല്ല, ഡിവൈഡ് എന്ത് വരും? കേട്ടാ? അടുത്തേക്ക് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് x+2. എടാ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് x+2. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് x+2. അപ്പൊ x+2ന് ഡെറിവേറ്റീവ് എടുത്തോ. നമുക്ക് റൂട്ടിന് കൊടുക്കണ്ട, നമ്മൾ x+2ന് കൊടുത്താൽ മതി. ആ റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. dx. അപ്പൊ റൂട്ട് ടി വന്നിട്ട് അത് നിങ്ങൾക്ക് എടുക്കാൻ അറിയാലോ. ആ എക്സ് പ്ലസ് അല്ല ക്യാൻസൽ ആയ x+2ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും എന്നിട്ട് അതിൽ കൊണ്ട് ഇട്ട് കൊടുത്താ dxന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. പിന്നെ ടി കൊടുത്താ നീ ഇവിടെ എക്സ് റൂട്ട് ടി എന്ന് വരും. എക്സ് നിക്കട്ടാ, എക്സിന് വരാം. എക്സിന് പകരം നോക്കിക്കേ 2 - t എഴുതാം. x is equal to 2 - t കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? അമർ x+2 is equal to dt with respect to dx. x+2 is equal to ഇതെന്താ കൊണ്ടുപോകും? എന്താ കിട്ടിയടാ? ഇതിന് നമുക്ക് dx is equal to dt എന്ന് കിട്ടി. അപ്പൊ ഇന്റഗ്രൽ ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? x equal to t - 2 എന്ന് എഴുതാലോ. അപ്പൊ ഈ ഒരു എക്സിനെ നമ്മള് t - 2 റൂട്ട് ടി dxന് പകരം dt എന്ന് എഴുതി. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ടി ഇത് t⁻² അല്ലേ? അപ്പൊ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ t⁻² ന 1/2 + 1 എന്നാവും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ. മറ്റേത് 2 × t⁻² എന്നാവും. പിന്നെ നമ്മൾ x⁻n ഇത് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇന്റഗ്രൽ ഓഫ് t⁻² + 1 - 2t⁻² dt. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തോട്ടോ. ഫൈനൽ ആൻസർ അല്ലേടാ? 2/5 എവിടെ ആൻസർ? 2/5 x + t ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ. 5/2 - 4/3. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ജയിച്ചാ ക്ലാസ്സിൽ? നിങ്ങളുടെ ഞങ്ങളുടെ പ്ലാൻ വെച്ചാൽ മിസ് കുറെ ക്വസ്റ്റ്യൻസ് അതുകൂടാതെ പകുതി ക്വസ്റ്റ്യൻസ് ഹോംവർക്ക്
ഇത് ഹോംവർക്ക് ചെയ്യാറുണ്ടോ? അതെങ്ങനെ ഗൈഡ് ഒക്കെ എടുക്കും? ഗൂഗിൾ നോക്കി കഴിഞ്ഞിട്ട് അല്ലല്ല, ആദ്യം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കും, കിട്ടിയില്ലെങ്കിൽ ഗൂഗിൾ നോക്കും. രാവിലെ പോകും. അപ്പൊ അങ്ങനെയെങ്കിലും നീ രാവിലെ പോകണ്ടല്ലോ കോപ്പി അടിക്കാനെങ്കിലും. ഫസ്റ്റ് ആണോ മാത്സ്? ഫസ്റ്റ് ആണോ മാത്സ്? കിട്ടിയാടാ? പറഞ്ഞേ, നീ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ആ ടീ ഇട്. ഈ ടീ എഴുതി വെച്ചാൽ അവര് മാർക്ക് തരില്ല കേട്ടാ. നീ അപ്പൊ ആൻസർ വായിപ്പിക്കില്ലേ മിസ്? ഹോംവർക്ക് ചെയ്താന്ന് ചോദിക്കില്ല? അപ്പൊ ചെയ്യാത്തവരെ നോക്കോ? ഞങ്ങളൊക്കെ നേരത്തെ ഹോംവർക്ക് വായിപ്പിക്കും ഒരു ബെഞ്ചിൽ നിന്ന്, ആൻസർ മാത്രം. എന്തോ ഞങ്ങൾ ഡയറി എഴുതാത്തവർ 2/5 x plus 2 whole raised to 5/2 minus 4/3. മതിയാ? ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് വിടാം. 21? ഒരു ക്വസ്റ്റ്യൻ കൂടി. 5 മിനിറ്റ് ബ്രേക്ക് തരാം. ഇത് 5 മിനിറ്റ് ഫാസ്റ്റ് ആണ് ഈ ക്ലോക്ക് എടുക്കാൻ അല്ലേ? 6:25 ആയില്ലേ? എടാ മൊത്തത്തില് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 39 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കിയുള്ളതിനാ 24. 32? 25. ഇരുപത്തെട്ട് 23 24. ഇതിലതിലല്ലോ 11 ഉള്ളല്ലോ അല്ലെ? 11. ആ ഇതെവിടെ? 22. ഇത് എത്ര എണ്ണം ഉണ്ടടാ? ഇത് കൊല്ലം തീരുവോ നമ്മളെ? ഇത് മിസ്ലേനിയസ് എക്സാമ്പിൾ എക്സർസൈസ് തുറന്നു സർ. എത്ര ക്വസ്റ്റ്യൻസ് തോന്നുന്നു? 40 ക്വസ്റ്റ്യൻസ്. അതിൽ ഈച്ച് സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സബ് ക്വസ്റ്റ്യൻ ഇല്ലടാ, ഓപ്ഷൻസ് അല്ലേ? ഓപ്ഷൻസാ. എന്നാലും 40 ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇത്. യെസ്. സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചിരിക്കണായിരുന്നു ചേട്ടൻ. കേട്ടാ അമർ? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ആ എങ്ങനെ? ബോർഡിന് പോയ എന്തെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ചെക്കായാൽ നീ അവിടെ ഇരിക്കും. അത് മാത്രം എത്രയൊക്കെ പഠിച്ചാലും എവിടെയെങ്കിലും ഒക്കെ തെറ്റി വരും. പഠിക്കണേ പഠിച്ചാൽ അരിന്തതിന് അടുത്ത പ്രാവശ്യം എക്സാം ഇത് 3 മാത്രം പഠിച്ചാൽ മതി. പിന്നെ നീ എന്താ കൊണ്ടുപോയ? ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഇല്ലേ നിങ്ങക്ക്? ഓർ ക്വസ്റ്റ്യൻസ് ഇല്ലേ? അപ്പൊ അത് വരുമ്പോ നിങ്ങക്ക് ആ ചാപ്റ്റർ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ലേ? 2 ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ലടാ. അപ്പൊ അവിടെ പോയാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
നേരെ പോയി എക്സാം എഴുതി തിരിച്ചു വന്നു. പിന്നെ ഞാൻ രാത്രി എഴുതില്ല. അപ്പൊ പിറ്റേ ദിവസം എക്സാം ഉണ്ടായില്ലേ എനിക്ക്? പിറ്റേ ദിവസം എക്സാം ഉണ്ടായില്ലേ? മാത്സ് ആയിരുന്നു ലാസ്റ്റ് എക്സാം. അവസാനത്തെ എക്സാം മാത്സ് ആയിരുന്നു. അതുവരെ ചെലവറ്റേക്ക് എനിക്ക് 5,000 കിട്ടുന്നുണ്ട്. 5,000? 5,000 reliving example after writing John is -2 meter tall. എടാ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയിക്കോ വേഗം. തീരൂല അല്ലെങ്കിൽ നീയൊക്കെ ചെയ്യുകയില്ല, അതുകൊണ്ടാ. എന്നിട്ട് മറ്റേ ചാപ്റ്റർ എനിക്ക് എടുക്കണമായിരുന്നു. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x സ്ക്വയർ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അഭിരാം വേഗം ചെയ്താൽ വേഗം പോയപ്പോ എഴുതും. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x സ്ക്വയർ. സമാധാനം അത് ബോഡി ചെയ്യാം. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x സ്ക്വയർ. Root of 1 + 2. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x സ്ക്വയർ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഉള്ളിലത്തെ 1 + 2x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അടുത്ത ക്ലാസ് പോലെ ഞാൻ ബോർഡിൽ വിളിച്ച് നിന്നൊക്കെ ചെയ്യിക്കാം. അക്വിനെ പ്രത്യേകിച്ച്, അമറിനെ. അതിൽ നോക്കട്ടെ തന്നെ ചെയ്യുന്നേക്കാം. എടാ തന്നെ ചെയ്യടാ. കറക്റ്റ് നീ ചെയ്ത് കഴിഞ്ഞ് ആൻസർ ഇട്ടിട്ട് നോക്കിക്കോ അങ്ങോട്ട്. നിന്റെയൊക്കെ ക്ലാസ്സിലിടാൻ പറയാടാ ഇത്? തുടങ്ങിട്ടില്ലേ? കുഴപ്പമില്ല. ഇപ്പൊ ഏതെടുത്തിരിക്കണ? പ്രോബബിലിറ്റിയാ ലാസ്റ്റ് എടുക്കാനിട്ടേങ്ങനെ ഇരിക്കും. നിങ്ങളുടെ എന്തായി ആർദ്ര? ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങിയ? ആ കിട്ടിയാ ഹരിന്തതിക്ക്? എവിടെ കിട്ടാഞ്ഞ? അവന്റെ അങ്ങോട്ട് നോക്കണ്ട, തന്നെ ചെയ്തു. എവിടെ? റൂട്ട് ഓഫ് ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? എക്സിന് കൊടുക്കണ്ടേ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താ? എന്താടാ? 4x dx ഇവിടെ വന്നില്ലേ നമുക്ക്? 4x dx വന്നില്ലേ? അപ്പൊ 4 അപ്പുറത്തുള്ളത് x dx നമുക്ക് കിട്ടൂലേ? ആ അത് മാറ്റി. അത് ചെയ്തോ? എടാ ആ ഇതിന് നോക്ക്, ഇത് 1/2 ആക്ക് നീ റൂട്ട് ഇതിനാ. ആ ശരിയാണ്. 4 അവിടെ എടുക്കട്ടെ. 4 അവിടെ എടുത്തു. ഇനി ഇത് ഇങ്ങോട്ട് എടുത്തു. ഇതിന് പകരമായിട്ട് നമുക്ക് അതിനിടാം. എക്സ് ഡി എക്സിന് പകരം ഇവിടെ ഡി എക്സ് ഇവിടെ വരട്ടെടാ. ഡി എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അതെ ഡി ടി. അപ്പൊ എന്താ dt/4 എക്സ് ഡി എക്സിന് പകരമാണ് നമ്മൾ dt/4 എഴുതണം. dt/4 അതിന് പകരം റൂട്ട് ടി. ആ 4 എഴുതണം കേട്ടാ. 4 അങ്ങോട്ട് 1/4 ആവും. 1/4 ആകും. dt/4 അല്ലേ? ഇനി എന്താ? റൂട്ട് ടി എന്ന് പറയുമ്പോൾ t⁻1/2 + 1. t⁻1/2 + 1 കിട്ടിയാടാ? അത് യൂട്യൂബിലുണ്ടോ? ഞാൻ അതിന്റെ ലിങ്ക് അടിയിലെന്താ? 1/2 + 1 3/2 അല്ലേ വരുള്ളൂ അടിയിൽ? ആ ഇനി ഇതും കട്ട് ചെയ്ത് കളയാലോ. ആ 2 ഇത് 2 ഇനി ഇതൊരുമിച്ച് 1/6 ടീക്ക് റീപ്ലേസ് ചെയ്യാം കേട്ടോ.
എടാ അടുത്ത ക്ലാസ് വരുമ്പോ അപ്പൊ ചെയ്തിട്ട് വരണം കേട്ടാ. ഇത്രോ ചെയ്തിട്ടില്ല, നോക്കിട്ട് വരണം. ടെസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നീ ഒന്നും പഠിക്കൂല. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇടൂല, വേറെ ക്വസ്റ്റ്യൻ ഇടാ പുറത്തുനിന്ന്. എന്താ